ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പെരുമ്പാവൂരിൽ പൗരസ്വീകരണം നൽകി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പൗരസ്വീകരണം എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഒപ്പമുള്ള കലാസംഘം തെരുവുനാടകവും ഗാനസദ്യയും അവതരിപ്പിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിലെ ആശാപ്രവർത്തകർ ആരംഭിച്ചിട്ടുള്ള അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി നടത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് പെരുമ്പാവൂരിൽ വരവേൽപ്പ് നൽകി. പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പൗരസ്വീകരണം എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട എന്നെ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമര യാത്രയാണ് പെരുമ്പാവൂരിൽ കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 100-ലധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഐതിഹാസികമായിട്ടുള്ള ആശാപ്രവർത്തകന്മാരുടെ സമരം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് പാവങ്ങളുടെ ഗവൺമെന്റ് എന്ന് ഏത് സമയവും പറയുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് 4ാം വാർഷിക ആഘോഷ പരിപാടികൾ പൊടിപൊടിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. നിയമസഭയിൽ ആശാപ്രവർത്തകന്മാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട ഒരു MLA ആണ് ഞാൻ. നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ MA ബിന്ദു, വർഗീസ് പുല്ലുവഴി, PK കുഞ്ഞുമുഹമ്മദ്, TM വർഗീസ്, സംഘാടക സമിതി കൺവീനർ KC ജയൻ, ശിവൻ കദളി, MM അഷ്റഫ്, KK ചന്ദ്രൻ, VP നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ആശാവർക്കർമാരുടെ പ്രവർത്തനം വളരെ നേരിട്ട് അറിയാവുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ വാർഡുകളിൽ ആശാവർക്കർമാർ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ സേവനം ഏതൊക്കെ രീതിയിലാണ് ലഭിക്കുന്നത് എന്നെല്ലാം ഞങ്ങൾക്ക് വളരെ അടുത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇതുപോലെ ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഏവരെയും ആ സമരത്തിന് പിന്തുണ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. സമരയാത്രയോടൊപ്പം സഞ്ചരിക്കുന്ന കലാസംഘം തെരുവുനാടകവും ഗാനസദ്യയും അവതരിപ്പിച്ചു. ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണേ. മത്തളം ചെയ്യിലെ കുഴലുമായി കൊത്തി പാടന്റെ പെണ്ണാളെ. മത്തളം ചെയ്യിലെ കുഴലുമായി കൊത്തി പാടന്റെ പെണ്ണാളെ. പണിയാളത്തലമുക്കി ഒരുങ്ങുന്ന കാഴ്ചകണ്ടായത്തിൽ ഉള്ളടി പെണ്ണാളെ. പണിയാളത്തലമുക്കി ഒരുങ്ങുന്ന കാഴ്ചകണ്ടായത്തിൽ ഉള്ളടി പെണ്ണാളെ. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമരയാത്ര ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഞാനും നീയും പറഞ്ഞത് 2 അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായ അഭിപ്രായമാണ് നീ പറയുന്നത്. എങ്കിലും നീ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ ബലികഴിക്കാനും ഞാൻ തയ്യാറാണ്. തനിക്കെതിരെ സംസാരിക്കുന്ന ശബ്ദത്തെ മാനിക്കാനും അവർ പറയുന്നതിനുള്ള അവരുടെ അവകാശത്തെ ഉറപ്പാക്കാനുമുള്ള ചെയ്തികൾ നടത്തിക്കൊണ്ടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടങ്ങളിൽ ഓരോ വ്യക്തി മുന്നോട്ട് പോകേണ്ടത്. ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ അങ്ങേയറ്റമായ കാസർഗോഡ് നിന്നും
കഴിഞ്ഞ ദിവസം ആരംഭിച്ച രാപ്പകൽ ജാഥ ഏതാനും മിനിറ്റുകൾ കൂടി പിന്നിട്ട് കഴിയുമ്പോൾ പെരുമ്പാവൂരിൽ എത്തിച്ചേരുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.